വളരും തോറും വളരാതിരിക്കുന്ന ചില വിഭാഗം ആളുകളുണ്ട്. അതിൽ ചില ആളുകളാണ് ചില പാർട്ടികളിൽ അകപ്പെട്ട എല്ലാവരും അല്ലെങ്കിൽ പോലും ആ സംഘടനയെ മൊത്തത്തിൽ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ലെങ്കിൽ പോലും ആ സംഘടനയിൽ ഇപ്പോൾ നേരിടുന്നത് വലിയ തരത്തിലുള്ള തമ്മിലടിയാണ് എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. KSUവിൽ തമ്മിലടി രൂക്ഷമാണ്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ആരോപണങ്ങളുമായി അച്ചടക്ക നടപടിക്ക് വിധേയരായവർ രംഗത്ത് വരുന്നു. അച്ചടക്ക നടപടി ഏകപക്ഷീയവും വ്യക്തിവിരോധത്തിന്റെ പേരിലുമാണ് എന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. കെ സുധാകര പക്ഷ പ്രവർത്തകനായതുകൊണ്ടാണ് KSU സംസ്ഥാന അധ്യക്ഷൻ തനിക്കെതിരെ ഏകപക്ഷീയമായി നടപടിയെടുത്തത്. കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയായിരുന്നു നടപടിയെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു. അനന്തകൃഷ്ണൻ പറഞ്ഞത് കേൾക്കാം. ഒരു നടപടിയെടുക്കുമ്പോൾ KSU നേതൃത്വം ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇത്തരത്തിലൊരു ഷോക്കോസ് നോട്ടീസ് എനിക്ക് തന്നിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. KSU സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശപ്രകാരമാണ് NSU നേതൃത്വം എനിക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന പ്രസിഡന്റാണല്ലോ അതിൻ്റെ നടപടിയെടുക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്നോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമാണോ എന്ന സംശയം എനിക്ക് ഇതിനകത്തുണ്ട്. ഞാൻ KPCC പ്രസിഡന്റിനൊപ്പമാണ് നിൽക്കുന്നത്. KPCC പ്രസിഡന്റ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതാണ്. KPCC പ്രസിഡന്റ് ഇവിടെ തിരുവനന്തപുരത്തുള്ള ദിവസമാണ് ഈ ക്യാമ്പ് നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് KPCC പ്രസിഡന്റിനെ ക്ഷണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം KSU സംസ്ഥാന നേതൃത്വത്തിനുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയുന്നത്. ക്ഷണിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ ക്ഷണിക്കേണ്ടത് KSU പ്രസിഡന്റാണല്ലോ. നിങ്ങൾ KSU പ്രസിഡന്റിനോട് കൃത്യമായി ചോദിക്കണം, ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, ആ ദൃശ്യങ്ങളിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ ആദ്യം നൃത്തനൃത്യങ്ങൾ കണ്ടു, പിന്നീട് സംഘടന രംഗങ്ങൾ കണ്ടു, ഇപ്പോൾ തമ്മിലടിയും കാണുന്നു. എന്താണ് ഈ നേതാക്കന്മാർ പറയുന്നത്? KSU പോലൊരു സംഘടന പ്രത്യേകിച്ച് വളരെ ആക്റ്റീവ് ആവേണ്ട ഒരു സമയത്ത് ഈ രീതിയിലുള്ളൊരു തമ്മിലടി സംഘടനയെ ആഭ്യന്തരമായ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടില്ലേ? അങ്ങനെ സംഘടനയെ സജീവമാക്കുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിലെ രാമക്കൽമേട് സംസ്ഥാന ക്യാമ്പ് നടക്കുന്നു. അതിനുശേഷം കൂടുതൽ ഊർജ്ജം പകരുന്നതിന് വേണ്ടി മേഖലാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു KSUവിന്റെ തീരുമാനം. അങ്ങനെ തെക്കൻ മേഖലാ ക്യാമ്പ് തിരുവനന്തപുരത്ത് നടക്കുമ്പോഴാണ് നേതാക്കൾ ചേരിതിരിഞ്ഞ് കസേരയെടുത്തൊക്കെ അടിച്ച് ചോരയൊലിപ്പിച്ച് ആ രീതിയിലൊരു പ്രവർത്തന രീതി പ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതിന്റെ പേരിൽ 4 നേതാക്കൾക്കെതിരെ സസ്പെൻഷൻ നടപടി NSU നേതൃത്വം എടുക്കുകയും ചെയ്തു. ആ നടപടിയിൽ ഒരു ഏകപക്ഷീയ സ്വഭാവമുണ്ട് എന്നൊരു വിമർശനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ച KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെയും ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് NSU നേതൃത്വം. ഈ അവിടെ നടന്ന സംഭവങ്ങൾ, ഇല്ലാത്ത സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന പേരിലാണ് അനന്തകൃഷ്ണനെതിരെ നടപടി. പക്ഷേ അനന്തകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വാർത്തയും ഇല്ലാത്ത വാർത്തയും ഞാൻ ചോർത്തി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസൊക്കെ നൽകി വിശദീകരണമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് നടപടിയിലേക്ക് പോവുക. പക്ഷേ നിലവിൽ അത്തരമൊരു സമീപനം നേതൃത്വം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, KSU സംസ്ഥാന അധ്യക്ഷന്റെ ശുപാർശ പ്രകാരമാണ് ദേശീയ നേതൃത്വം തനിക്കെതിരെ നടപടിയെടുത്തത്. ഇതിലൊരു വ്യക്തിവൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. എന്ത് വ്യക്തിവൈരാഗ്യമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താൻ KPCC അധ്യക്ഷൻ K സുധാകരനോടൊപ്പം നിൽക്കുന്നയാളാണ്, K സുധാകര പക്ഷക്കാരനാണ് ഞാൻ. രാമക്കൽമേട് നടന്ന സമ്മേളനത്തിൽ KPCC നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് KPCC അധ്യക്ഷനെതിരെ ഒരു പ്രമേയം പാസാക്കിയ തരത്തിൽ വാർത്തകളും റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. എന്നാൽ അത് ശരിയായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് KSUവിന്റെ ഗ്രൂപ്പിൽ താൻ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു, ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ തനിക്കെതിരെ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായിട്ടാണ് ഈ നടപടി, നിലവിലെ അച്ചടക്ക നടപടിയെ അനന്തകൃഷ്ണൻ നോക്കിക്കാണുന്നത് എന്ന് മാത്രമല്ല, KPCC അധ്യക്ഷൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും 2 ദിവസം നടന്ന 2.5 ദിവസം നടന്ന ആ യോഗത്തിൽ KSUവിന്റെ നേതൃയോഗത്തിൽ KPCC അധ്യക്ഷൻ പങ്കെടുത്തിരുന്നില്ല. ചില നേതാക്കൾ പറഞ്ഞത് KPCC പ്രസിഡന്റിനെ ക്ഷണിച്ചിരുന്നു. അത് KPCC സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് KPCC പ്രസിഡന്റിനെ ക്ഷണിച്ചിരുന്നു, പക്ഷേ വരാനാവില്ല, മറ്റു ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട് വരാനാവില്ല എന്ന് KPCC പ്രസിഡന്റ് അറിയിച്ചു എന്നാണ് ഈ വിവാദങ്ങൾക്ക് പിന്നാലെ അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. പക്ഷേ അനന്തകൃഷ്ണൻ പറഞ്ഞത് KPCC അധ്യക്ഷനെ ക്ഷണിക്കണമായിരുന്നു. അങ്ങനെ ക്ഷണിച്ചോ എന്ന് KSU പ്രസിഡന്റാണ് വ്യക്തമാക്കേണ്ടത്. അങ്ങനെ KPCC പ്രസിഡന്റിനെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. ഏതായിരുന്നാലും KSUവിനകത്ത് ഈ ഗ്രൂപ്പ് പോരിന്റെയും ആഭ്യന്തര പ്രശ്നങ്ങളുടെയും ഒരു നുരഞ്ഞു പൊങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിന്റെ ഒരു തുടർച്ച കൂടിയായിരുന്നു നെയ്യാർ ഡാമിൽ നടന്ന സംഘർഷത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല, ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ ചിലയിടങ്ങളിൽ ചില പോസ്റ്ററുകൾ പതിഞ്ഞിരുന്നു. അതായത് KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെതിരായിട്ടുള്ള പോസ്റ്ററുകളാണ്. ഊരും പേരും ഒന്നുമില്ലാത്ത പോസ്റ്ററാണ്. അതായത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം, ഗോപു നെയ്യാറിനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം, ഗോപു നെയ്യാർ ഈ ക്യാമ്പിലേക്ക് മദ്യം ഒഴുക്കി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്ററാണ് ഊരും പേരുമില്ലാതെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഉയർന്നിട്ടുള്ളത്. ഏതായാലും വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നം KSUവിനകത്തുണ്ട്. ഇതിനെ KPCC നേതൃത്വം എങ്ങനെ നോക്കിക്കാണും, എങ്ങനെ നേരിടുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അരുൺകുമാർ, ശരിയാണ് അല്ലമീൻ. KSUവിനുള്ളിൽ ഇപ്പോൾ തമ്മിലടി രൂക്ഷമായിരിക്കുന്നു, പരസ്പരം അടിച്ചു.
അതിനുശേഷം തമ്മിലടിയും രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞൊരു വാചകം ഇതാണ്: നിങ്ങൾക്കൊരു സംഘടനയ്ക്കൊരു ലക്ഷ്യവും പറയാനൊരു കാര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അടി ഉണ്ടാവുകയില്ല. പറയാൻ നിങ്ങൾക്കൊരു ലക്ഷ്യവും നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലവും ഇല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്.